ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകനായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തിന് 123ാമത് ജന്മദിനമാണിന്ന്. നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ മുഖർജിയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ മലയാളിക്ക് കാര്യമായി ഇദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നും അറിയില്ല. ആരായിരുന്നു യഥാർത്ഥത്തിൽ ശ്യാമപ്രസാദ് മുഖർജി? മലയാളിക്ക് മാത്രമല്ല, ഭാരതത്തിൽ തന്നെ അധികം പേര് ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയെ ഓർക്കുന്നുണ്ടാവില്ല. ഈ ചരിത്രം സൃഷ്ടിക്കുന്ന ആൾക്കാർ കാര്യമായിട്ട് ഓർക്കാറില്ല. ദീർഘകാലം ഭരിച്ച ഭരണാധികാരികളെയാണ് ഓർക്കുന്നത്. കാരണം അവരാണ് ചരിത്രം എഴുതിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവർ ക്യാൻസൽ ചെയ്യും ചരിത്രത്തിൽ. അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വിലാപയാത്ര ഭാരതം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിലാപയാത്ര ശ്യാമപ്രസാദ് മുഖർജിയുടെ. മഹാത്മാഗാന്ധിക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ വിലാപയാത്രയുടെ കാര്യത്തിൽ. അതായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആശുതോഷ് മുഖർജി കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അവർ വലിയ എഡ്യൂക്കേഷണലിസ്റ്റുകളാണ്. ട്രഡീഷണലി പഠനം, ഗവേഷണം ഇതുപോലത്തെ കാര്യങ്ങളിൽ മിടുക്കന്മാരായ പാരമ്പര്യം. വെൽ ടു ഡു ഫാമിലി കേട്ടോ, പട്ടിണിക്കാരൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി BA ഇംഗ്ലീഷ് പാസ്സായി, MA ബംഗാളി പാസ്സായി. പിന്നെ ഇംഗ്ലണ്ടിൽ പോയിട്ട് ബാററ്റ് ലോ 1 വർഷം അത് ചെയ്തു. തിരിച്ചു വന്നു. കൽക്കട്ട ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. ബട്ട് കേസ് വാദിക്കുക അങ്ങനത്തെ ഇതിന് പോയില്ല. പുള്ളി വിദ്യാഭ്യാസത്തിൻ്റെ പാതയിൽ തന്നെ പോയി കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഇരുന്നു. അന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ അദ്ദേഹം കോൺവൊക്കേഷൻ സെറിമണിക്ക് വിളിച്ചുകൊണ്ട് വന്നു, ബിരുദദാന സമ്മേളനം. അപ്പോൾ അന്നൊക്കെ ബിരുദദാന സമ്മേളനം എപ്പോഴും ഇംഗ്ലീഷിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്, എല്ലാം ഇംഗ്ലീഷിലാണ്. ശ്യാമപ്രസാദ് മുഖർജി ടാഗോറിനോട് പറഞ്ഞു, അതെ, നമ്മുടെ കോൺവൊക്കേഷൻ സെറിമണി ബംഗാളിയിൽ മതി. അപ്പോൾ ബംഗാളിയിൽ ടാഗോറും വളരെ മധുരമായിട്ട് സംസാരിക്കും, കവിയുമാവില്ല. വലിയ സന്തോഷമായി. അങ്ങനെ ഒന്ന് ടാഗോറിനെ ക്ഷണിക്കാനുള്ളൊരു ധൈര്യം. ടാഗോർ സാധാരണ ആരെങ്കിലും വെറുതെ വഴിയെ പോകുന്നതിൽ വിളിച്ചാലൊന്നും ടാഗോർ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ വലിയ തലയെടുപ്പുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം മുഖർജി വിളിച്ചപ്പോൾ വന്നു. കാരണം മുഖർജിയെ പറ്റി ടാഗോറിനും അറിയാം, ഇയാൾ അസാമാന്യനാണെന്നറിയാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ പ്രവിശ്യ ഗവൺമെൻറ്റുകൾ നിലവിൽ വന്നു, കോൺഗ്രസിൻ്റെ പല സ്ഥലത്തും. അതിൽ ബംഗാളിൽ ഇദ്ദേഹം ധനമന്ത്രിയായിട്ടിരുന്നു 1 വർഷം. 1 വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ ഞങ്ങൾക്ക് ഈ ഭരണം വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറി. അപ്പോൾ ഭരണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും മുഖർജി മാത്രം ഈ MLC, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് ആ സ്ഥാനവും രാജിവെച്ചു. പിന്നെ അദ്ദേഹം കോൺഗ്രസിനെയും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് 2 തവണ മത്സരിച്ചു, 2 തവണയും ജയിച്ചു, 1 തവണ വീണ്ടും മന്ത്രിയായി. അത് കഴിഞ്ഞ് ഹിന്ദു മഹാസഭയിൽ വർക്ക് ചെയ്തു. ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിട്ട് കുറച്ചു കാലം ഇരുന്നു. നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റിൽ മുഖർജിയെ എടുത്തു. മുഖർജി നേരത്തെ മുതൽ ഈ പാർട്ടീഷന് എതിരായിരുന്നു. ഭാരതം വിഭജിക്കാൻ പാടില്ല. വാസ്തവത്തിൽ അഖണ്ഡ ഭാരതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഖർജി ഒരുപാട് യോഗങ്ങളിൽ പ്രസംഗിച്ചു. ഇദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ അസാമാന്യമായിട്ട് ആളുകൂടും. അദ്ദേഹത്തിൻ്റെ ഒറേറ്ററി സ്കില്ല്, സ്വാധീനം അത്രയ്ക്കുണ്ടായിരുന്നു. നെഹ്റുവിന് ഈ തന്നേക്കാൾ സ്വാധീനം, ജനസ്വാധീനമൊക്കെ ഉള്ള ആൾക്കാരെ സഹിക്കാൻ നെഹ്റുവിന് പറ്റില്ല. അവരെ സൈഡ് ലൈൻ ചെയ്യും. അങ്ങനെയാണ് അംബേദ്കർ, രാജാജി, ഇവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് പോയത്. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതിൽ നെഹ്റുവിന് അസാമാന്യമായ പങ്കുണ്ട്. കാരണം അതിൻ്റെ കുറ്റം എല്ലാവരും ഗാന്ധിയുടെ തലയിൽ വയ്ക്കാറുണ്ടെങ്കിലും നെഹ്റു വാസ് ഓൾസോ ഇൻസ്ട്രുമെൻ്റൽ ടു ദാറ്റ്. തനിക്ക് ഭീഷണിയായിട്ട് വരുന്ന ഏത് നേതാവിനെയും നെഹ്റു ഒതുക്കി കളയും. Mukherjee was such a character that Nehru selected him to
കാരണം എല്ലാ അഭിപ്രായങ്ങളുമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഈ ഇൻ്ററിം സർക്കാർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ മുഖർജി ഉണ്ടായിരുന്നു. മുഖർജിയുടെ പ്രസംഗങ്ങൾ അപ്പോഴും പാർട്ടീഷന് എതിരാണ്. അഖണ്ഡ ഭാരതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും ചെയ്യും. നെഹ്റുവിന് ഏറ്റവും ചൊറിഞ്ഞു വരുന്ന വാക്ക് അഖണ്ഡ ഭാരതമാണ്. പാർട്ടീഷൻ്റെ സമയത്ത് ഏകദേശം നെഹ്റുവും മൗണ്ട് ബാറ്റനും ഈ വരച്ച റാഡ്ക്ലിഫും ഒക്കെ എഗ്രി ചെയ്ത പാർട്ടീഷൻ കിഴക്ക് വശത്ത് ബംഗാളിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് കൂടെ അല്ല, ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം കൂടെ ബംഗ്ലാദേശിലേക്ക് ആക്കിക്കൊണ്ടാണ് പാർട്ടീഷൻ ഇവർ തീരുമാനിച്ചത്. ഓ, അത് ശരി. മുഖർജി അതിനെ നഖശിഖാന്തം എതിർത്തു, ജനങ്ങളുടെ ഇടയ്ക്ക് ക്യാമ്പയിൻ ചെയ്തു. കാരണം ബംഗാളിൻ്റെ സ്വഭാവം പടിഞ്ഞാറ് ഭാഗത്ത്, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഭാഗത്ത് ഹിന്ദു ഭൂരിപക്ഷം, കിഴക്കൻ ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷം. അപ്പോൾ മുഖർജി പറഞ്ഞു, നിങ്ങൾ കിഴക്കൻ ബംഗാൾ കൊടുക്ക്, എന്തിനാണ് പടിഞ്ഞാറൻ ബംഗാൾ കൊടുക്കുന്നത്? അപ്പോൾ വിഭജിക്കണമെന്നാണോ? അതെ, ഏതായാലും വിഭജിക്കുന്നു. ബംഗാൾ കൊടുക്കാൻ പറ്റില്ല, പടിഞ്ഞാറൻ ബംഗാൾ കൊടുക്കാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമായ അവസാനം പടിഞ്ഞാറൻ ബംഗാൾ കൊടുത്തില്ല. അങ്ങനെയാണ് പാർട്ടീഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇപ്പോൾ കണ്ടതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഇതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞാണ് 1950 ഈ അസാമാന്യമായ വർഗീയതകൾ, ഈ അഭയാർത്ഥി പ്രവാഹം, ഹിന്ദു ഇങ്ങോട്ടും മുസ്ലിങ്ങൾ അങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് നെഹ്റുവും അന്ന് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററായിരുന്ന ലിയാഖത്ത് അലി ഖാനും ഇവർ ചേർന്ന് ഒരു സന്ധി ഉണ്ടാക്കി. നെഹ്റു ലിയാഖത്ത് പാക്ട് അഥവാ ഡൽഹി പാക്ട് എന്ന് അറിയപ്പെടുന്നു. അതിൽ ഈ രണ്ടുപേരും എഴുതി, രണ്ടുപേർക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ടാവും. അവിടുത്തെ ഹിന്ദുക്കളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഇവിടുത്തെ മുസ്ലിങ്ങളെ നിങ്ങളും സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞൊരു കരാർ. ശ്യാമപ്രസാദ് മുഖർജി ഈ കരാറിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഇതിനൊക്കെ കടലാസിൻ്റെ വിലയുള്ളൂ, അവരെന്ത് ചെയ്യും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മളിവിടെ ന്യൂനപക്ഷ കമ്മീഷനെ വയ്ക്കും, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവർ അടിച്ചൊതുക്കും, ഇങ്ങോട്ട് തല്ലി ഓടിക്കും, അവർക്ക് തോന്നുന്ന പോലെ ചെയ്യും. ഈ സന്ധിയൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പാർട്ടീഷൻ അൺഡു ചെയ്യണം, ഇല്ലാതെയാക്കണം, തിരിച്ച് പഴയ പോലെ ആക്കണം. വാട്ട് ഡു യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. ഇതാണ് മുഖർജിയുടെ ആൻസർ. അറ്റാക്ക് പാകിസ്ഥാൻ. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓൺ ബോത്ത് സൈഡ്സ്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അറ്റാക്ക് ദം, capture that portion which you have already given. Say that we don't recognize this partition. Bring it back to Indian territory. അതല്ല, നിങ്ങൾക്ക് പാർട്ടീഷൻ തന്നെ വേണമെങ്കിൽ ടേക്ക് അംബേദ്കർസ് ഫോർമുല. അംബേദ്കറിൻ്റെ ഫോർമുലയുണ്ട്. അവസാനത്തെ മുസ്ലിമിനെയും പാകിസ്ഥാനിലേക്ക് ഇടുക, അവസാനത്തെ ഹിന്ദുവിനെയും ഹിന്ദുസ്ഥാനിൽ കൊണ്ടുവരിക. അതല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇതായിരുന്നു അംബേദ്കറിൻ്റെ ഫോർമുല. എനിവേ, നിങ്ങൾ പാർട്ടീഷൻ നടത്താൻ തീരുമാനിച്ചല്ലോ ഓൺ റിലീജിയസ് ലൈൻ. അംബേദ്കർ പറഞ്ഞു, ഈ ഇല്ലാത്ത ഭാവമൊന്നും നടിക്കരുത്. പാർട്ടീഷൻ്റെ ബേസിസ് എന്താ? മതമാണ്. ഇപ്പോൾ മതം രാഷ്ട്രീയത്തിൽ കടന്നു കയറരുതെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ തലതൊട്ടപ്പനായ ഗാന്ധി, നെഹ്റു, പട്ടേൽ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചതാണ് പാർട്ടീഷൻ, മതത്തിൻ്റെ പേരിൽ. എന്നിട്ടിപ്പോൾ കോൺഗ്രസ്സുകാരൻ ബാക്കിയുള്ളവരെ പേടിപ്പിക്കും, മതം പറയരുത്. ശ്യാമപ്രസാദ് മുഖർജി വർഗീയവാദിയാണെന്ന് പറയും. ശ്യാമപ്രസാദ് മുഖർജി അല്ലേ ഈ പറയുന്ന കക്ഷികളായിരുന്നു വർഗീയമായിട്ട് ചേരിതിരിവിൽ രാജ്യം തന്നെ രണ്ടാക്കി വെട്ടിമുറിച്ച് പിന്നെ അത് മൂന്നായി. ഇങ്ങനെ ആക്കിയ കക്ഷികൾ തിരിച്ചിങ്ങോട്ട് പഠിപ്പിക്കുന്നു. ഉൾട്ടാ ചോർ കൊത്തുവാൾ കോ ഡാണ്ടെ എന്ന് പറയും ഹിന്ദിയിൽ. കള്ളൻ പോലീസുകാരനെ തിരിച്ച് വഴക്ക് പറയുന്നു എന്നുള്ള അവസ്ഥ. ഇതാണ് ഇപ്പം നടക്കുന്നത്. അന്ന് മുഖർജി പറഞ്ഞു, ശരി, നിങ്ങൾക്കിത് ചെയ്തേ പറ്റുമെങ്കിൽ നിങ്ങൾ അംബേദ്കറിൻ്റെ ഫോർമുല എടുക്കുക, അതല്ലെങ്കിൽ വലിയ അപകടമാണ്. ബട്ട് അംബേദ്കറിൻ്റെ ഫോർമുല നടപ്പായില്ല. നമ്മൾ ഇവിടെ താമസിക്കേണ്ടവർക്ക് ഇവിടെ താമസിക്കാം, പോകേണ്ടവർക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. അത് തക്കമായിട്ട് കണ്ടുകൊണ്ട് പോകേണ്ടവർ പോയി, താമസിക്കേണ്ടവർ താമസിച്ചു. കാരണം ഇതിൽ നിന്ന് പിന്നെയും നമുക്ക് അതാണ് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ ഒരു കഷ്ണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ കഷ്ണം മേടിക്കാമെന്ന് കുറേ പേര് പൊക്കോ, അവിടെ ആൾ വേണമല്ലോ.
ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ചിന്തകൾ ഉണ്ട്. അത് കോട്ട് ചെയ്തതിനാണ് നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാനെ ഇർഫാൻ ഹബീബ് തടസ്സപ്പെടുത്തിയത്. കോൺഗ്രസ് അന്ന് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു, ഈ ചെളിവെള്ളം ഒഴുകിപ്പോയി ഭാരതത്തിൽ നിന്ന്. ഇതാണ് അബ്ദുൽ കലാം പറഞ്ഞത്. ചെളിവെള്ളം ഭാരതത്തിൽ നിന്ന് ഒഴുകിപ്പോയി, പക്ഷേ ചെറിയ കുഴികളിൽ ഈ ചെളിവെള്ളം കെട്ടി നിന്നു. അത് ഒഴുകിപ്പോവില്ല. പ്ലെയിൻ ലാൻഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ കുഴികളിൽ ട്രാപ്പ് ചെയ്തിട്ട് കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, അതവിടെ തന്നെ കിടക്കും. ആ വെള്ളമാണ് നിങ്ങൾ എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇവിടെ കച്ചറ ഉണ്ടാക്കുന്നവരോട് പറഞ്ഞു. ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിലെ ചരിത്ര സെമിനാറിൽ കോട്ട് ചെയ്തു മൗലാന അബുൽ കലാം ആസാദിനെ. അദ്ദേഹത്തെ കൂവിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് അബ്ദുൽ കലാം പറഞ്ഞില്ലേ ചെളിവെള്ളം കുറച്ച് സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നു, ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്, അതാണ് ഈ കൂവിൽ ഇവിടെ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞു. ഭീകരമായ ബഹളമായി. ഗവർണറെ പ്രസംഗം മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെ വാദിച്ച ആളാണ് മുഖർജി ഈ നെഹ്റു ലിയാഖത്ത് പാക്റ്റിൽ പ്രതിഷേധിച്ച് ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു. ക്യാബിനറ്റിൽ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. ആ പദവി രാജിവെച്ച് പുറത്തിറങ്ങി. അത് കഴിഞ്ഞാണ് അദ്ദേഹം ജനസംഘം സ്ഥാപിക്കുന്നത്. 1951 ഗോൾവൽക്കർ ചെന്ന് കണ്ടു. ഗോൾവൽക്കർ അത്ര ഇൻക്ലൈൻഡ് ആയിരുന്നില്ല. കാരണം RSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല. കം വാട്ട്മേ, പൊളിറ്റിക്സ് വേണ്ട, പോസിറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് മാത്രം ചെയ്താൽ മതി. കാരണം അദ്ദേഹം എപ്പോഴും പട്ടേൽ ക്ഷണിച്ചതാണ് കോൺഗ്രസ്സിലേക്ക്. നിങ്ങൾ സേവാദൾ എന്ന് പറഞ്ഞ കോൺഗ്രസ്സിനുണ്ടല്ലോ, റിയൽ സേവാദളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും, യു കം വിത്ത് കോൺഗ്രസ്. അതിന് ഗോൾവൽക്കർ കൊടുത്ത മറുപടി, ഞങ്ങൾ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചോളാം, നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചോളാം, നമ്മൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കസേര മോഹിക്കുന്നില്ല, നിങ്ങളെ അട്ടിമറിക്കാനും എനിക്ക് ഉദ്ദേശിച്ചില്ല, കൺസ്ട്രക്റ്റീവ് വർക്കുമായിട്ട് RSS മുന്നോട്ട് പോയിക്കോളാം. ഇതൊക്കെ അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഇതിന് വിരുദ്ധമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഗോൾവൽക്കർ വാസ് റിലക്റ്റൻറ്റ്, മനസ്സില്ല. പക്ഷേ ശ്യാമപ്രസാദ് മുഖർജി വലിയൊരു ഫിഗറാണ്, ദേശീയവാദിയാണ്. ശ്യാമപ്രസാദ് മുഖർജി ഇദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, നമുക്ക് ഒരു നാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാതെ ഭാരതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് ജനാധിപത്യമാണ്. തിയററ്റിക്കലി വാട്ട് യു സേ ഈസ് റൈറ്റ്, ബട്ട് പ്രാക്ടിക്കലി RSS നീഡ്സ് എ പൊളിറ്റിക്കൽ ആം ഓൾസോ. ഗുരുജി പറഞ്ഞു അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആണ് മുഖർജി പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നല്ല പ്രവർത്തകരുണ്ടല്ലോ, ഒരു 6-7 പേരെ എനിക്ക് തരിക, ലോണായിട്ട് തരിക. അവരുടെ ലോയൽറ്റി, അവർ RSSകാർ തന്നെയാണ്, ഞാൻ അവരെ അക്കാര്യത്തിൽ കുറ്റം പറയാനൊന്നുമില്ല. ലെറ്റ് ദം ബി RSS men, ബട്ട് വർക്ക് ഫോർ ഭാരതീയ ജനസംഘ്. ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി. എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സംഘടന വർക്ക് നടത്താൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റയ്ക്ക് എന്തെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ RSSനുള്ളിലും ഈ പ്രഷറുണ്ടായിരുന്നു, നമുക്കൊരു പൊളിറ്റിക്കൽ ആം വേണം. നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സൈഡിൽ നമ്മൾ ഓർഫൻസാണ്. നമ്മളുടെ ഭാഗം അന്ന് ലോക്സഭ രാജ്യസഭ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുണ്ടാവുമ്പോൾ അവിടെ നമ്മളുടെ ശബ്ദവും കേൾക്കണം. കേൾക്കാനായിട്ട് കുറച്ച് പേരെങ്കിലും ഈ രംഗത്തുണ്ടാകുകയും അവിടെ പോവുകയും അവിടെ സംസാരിക്കുകയും ചെയ്യുന്നവർ വേണം. ആ ശബ്ദവും കൂടെ ചേരുമ്പോഴേ പാർലമെൻറ്റ് പൂർണ്ണമാവുകയുള്ളൂ. ഇങ്ങനെ RSSനുള്ളിൽ നിന്നും ബാളാസാഹിബ് ദേവറസ്, പിൽക്കാലത്ത് സർസംഘചാലകനായ ബാളാസാഹിബ് ദേവറസ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഭാവുറാവു ദേവറസ്, ഇവരൊക്കെ ഈ ചിന്തയുള്ളവരായിരുന്നു. ഓപ്പൺലി ദർ വാസ് എ ഡിസ്കഷൻ. നാഗ്പൂരിൽ ബാലാസാഹേബ് ഖട്ടാട്ടെ, അതോ ബാബുറാവു ഖട്ടാട്ടെ, ഏതായാലും ഖട്ടാട്ടെയാണ് സർനെയിം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ യോഗം നടന്നത്. ഇവരെല്ലാം ഈ സ്റ്റാൽവേർഡ്സ് എല്ലാം ഇരുന്ന് സംസാരിച്ച് ഫൈനലി ഗുരുജി സമ്മതിച്ചു, ഓക്കെ ഈ കണ്ടീഷൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദീനദയാൽ ഉപാധ്യായ, ഐ തിങ്ക് കേദാർനാഥ് സാഹ്നി, എനിക്ക് ഉറപ്പില്ലാത്തൊരു പേരാണ് അത് കേട്ടോ, വാജ്പേയി, അദ്വാനി, ഇവരെയൊക്കെ അതിൽ സീനിയർ മോസ്റ്റ് ഇദ്ദേഹമായിരുന്നു, ദീനദയാൽ ഉപാധ്യായ ആയിരുന്നു.
സ്റ്റെർലിംഗ് ക്യാരക്ടേഴ്സ്, അസാമാന്യമായ സംഘാടക ശക്തിയുള്ളവർ, ഇവരെ അങ്ങോട്ട് കൊടുത്തു. ഗുരുജി പറഞ്ഞു, ഇനി എന്നെ ഒരു കാര്യത്തിന് സമീപിക്കരുത്. ഭാരതീയ ജനസംഘമായി നിങ്ങളുടെ പാടായി, ഞാനൊരു കാര്യത്തിൽ ഇടപെടില്ല, എന്നെ ഒരു കാര്യത്തിലും വലിച്ചഴിക്കരുത്. RSS വേറെ, നിങ്ങളുടെ ആക്ടിവിറ്റി വേറെ. ഇൻ കേസ് ഓഫ് സം നീഡ് യു ക്യാൻ കോൾ മീ, ഐ വിൽ ടെൽ യു മൈ ഒപ്പീനിയൻ. നിങ്ങളത് അനുസരിക്കണമെന്നുമില്ല, അനുസരിക്കാതിരിക്കാനൊന്നുമില്ല, എനിക്ക് ഒന്നും ചെയ്യാനില്ല. അതിൽ നിങ്ങൾക്ക് പ്രവർത്തകരെ വേണം, ഞാൻ നല്ല സംഘാടകരെ നോക്കിയിട്ട് എൻ്റെ കയ്യിലുള്ള ഒന്നാം തരം ആളുകളെ 6-7 പേരെ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയാണ് ഭാരതീയ ജനസംഘം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ ആർട്ടിക്കിൾ 370 ഉണ്ട്, ടെമ്പററി ട്രാൻസിഷണൽ പ്രൊവിഷൻസ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിക്കിൾ 370യുടെ ഹെഡ്ലൈൻ. അത് പറ്റില്ല എന്ന് മുഖർജി. ടെമ്പററിയും പെർമനൻറ്റും ഒന്നുമില്ല. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ലൈക്ക് എനി അതർ സ്റ്റേറ്റ്. കേരളം പോലെ കാശ്മീരും. കാശ്മീരിന് എന്താ കൊമ്പുണ്ടോ? ഈ 370 എടുത്തു കളയുന്നുള്ള ഡിമാൻഡിന് അദ്ദേഹം ഭാരതീയ ജനസംഘം, പിന്നെ പ്രജാപരിഷത്ത്, അങ്ങനൊരു സംഘടനയുണ്ടായിരുന്നു. ഇവരുമൊക്കെ ചേർന്നിട്ട് വലിയ മാർച്ചും യോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ പോയിട്ട് കാശ്മീരിലെ ആളുകളെ ഞാൻ കൺവിൻസ് ചെയ്യാം. ഐ വിൽ ഗോ ദെയർ, ഐ വിൽ സ്പീക്ക് ടു ദം. ഇപ്പം നെഹ്റു ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു, കാശ്മീരിലേക്ക്, കാശ്മീരി അല്ലാത്തവർ കാശ്മീരിലേക്ക് കടക്കണമെങ്കിൽ ഏകദേശം പാസ്പോർട്ടിന് പേരില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ ഫോർമാലിറ്റീസും, പെർമിറ്റ്, കാർഡ്, അത് ഇതൊക്കെ ഉണ്ട്. അപ്പം അതിപ്പോൾ അരുണാചൽ പ്രദേശിൽ പോകാനുമുണ്ട്. പക്ഷേ അതിന് ഈ ഇന്നർ ലൈൻ പെർമിറ്റ്. അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഇതിങ്ങനെ വേണമെന്നറിയാം. യു ക്യാൻ ഗോ. അത് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ മറ്റ് ചില സ്റ്റേറ്റുകളിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ ഈസ് വെരി സിമ്പിൾ. നമ്മൾ എയർപോർട്ടിൽ പോവുക, എയർപോർട്ടിലൊരു രജിസ്റ്ററുണ്ട്, അതിൽ നമ്മളുടെ പേര്, അത് ഇത് ഒക്കെ. അന്ന് ഞാൻ പോകുമ്പോൾ ഈ ഇലക്ഷൻ ID കാർഡ് പോലും ഇല്ല, ഐഡൻറ്റിറ്റി കാർഡൊന്നും തന്നെ ഇല്ല. പേര്, മേൽവിലാസം, അത് ഇതൊക്കെ രേഖപ്പെടുത്തുക. തിരിച്ച് എന്ന് വരും, ആ ഡേറ്റും കൊടുക്കുക, പെർമിറ്റായി. ഓക്കെ. ഈ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്നർ ലൈൻ പെർമിറ്റ്. ഇത്രയേ ഉള്ളൂ. കാശ്മീരിൽ അങ്ങനെയല്ല. കാശ്മീരിൽ യു ഹാവ് ടു ഫില്ലപ്പ് എ ഫോം ഏർലി. എപ്പോൾ പോവും, എങ്ങനെ പോവും, എപ്പോൾ തിരിച്ചു വരും, എവിടെ താമസിക്കും, അത് ഇത് കൊടുക്കുക. എന്നിട്ട് അവരൊരു ഐഡൻറ്റിറ്റി കാർഡ് തരും. ഇന്നർ ലൈൻ പെർമിറ്റിൽ ഐഡൻറ്റിറ്റി കാർഡൊന്നുമില്ല. നിങ്ങളുടെ ഈ ഡാറ്റ അവിടെ ചെക്ക് പോസ്റ്റ്, ബൈ റോഡാണ് പോകുന്നതെങ്കിൽ ചെക്ക് പോസ്റ്റിൽ രജിസ്റ്റർ ഉണ്ട്. അവിടെ നാം ബത്തായിയെ TG മോഹൻദാസ്, കहाँ से आ रहे हैं? കൽക്കത്ത. കൽക്കത്ത. അച്ഛാ ടീക്ക് ജായി, ഹോ ഗയാ. അതാണ് ഇന്നർ ലൈൻ പെർമിറ്റ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് കമ്പാരിസൺ വിത്ത് ഈ കാശ്മീരിലെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ കോപ്പി വരെ ഇപ്പോൾ കാണാം നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇൻഡിവിജ്വലിന് ഐ ഡി കാർഡ് കുത്തിക്കൊണ്ട് വേണം കാശ്മീരിൽ നടക്കാൻ. ഇങ്ങനത്തെ ആയിരുന്നു. മുഖർജി പറഞ്ഞു, ഒരു മണ്ണങ്ങട്ടയും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, ഞാനങ്ങോട്ട് കടന്നു. പിൽക്കാലത്ത് 2004 BJP തിരഞ്ഞെടുപ്പ് തോറ്റില്ല. അന്ന് വാജ്പേയി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, വാജ്പേയിയാണ് ഇൻസിഡൻ്റലി മുഖർജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വാജ്പേയിയാണ്. അപ്പോൾ വാജ്പേയി പറഞ്ഞു, എനിക്കിതിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ അറിയാം. ഞങ്ങൾ പ്ലാൻ ചെയ്ത് കാശ്മീരിലേക്കുള്ള മാർച്ച്, അത് ഇത് ആരൊക്കെ കൂടെ പോകണം എന്നൊക്കെ തീരുമാനിച്ച്. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചത് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് മുഖർജിയെ അറസ്റ്റ് ചെയ്യും. കാരണം ഇത് ലംഘിക്കാൻ പോകുന്നു. പഞ്ചാബും കാശ്മീരും തമ്മിലാണ് അതിർത്തി. അപ്പോൾ പഞ്ചാബ് പോലീസ് മുഖർജിയെ അറസ്റ്റ് ചെയ്യും, പഞ്ചാബിലേതെങ്കിലും ജയിലിൽ കൊണ്ടുപോകും. ഇതായിരുന്നു ഞങ്ങളുടെ കാൽക്കുലേഷൻ. ബട്ട് നെഹ്റു ബുദ്ധിമാനായിരുന്നു. പഞ്ചാബ് പോലീസിനോട് പറഞ്ഞു, വിട്ടേക്ക്, കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ കാശ്മീരിൻ്റെ അതിർത്തിയും കടന്ന് കുറച്ചകത്തേക്ക് ചെല്ലുമ്പോൾ പാലമുണ്ട്. ഇവർ മാർച്ച് ചെയ്ത് പാലത്തിൻ്റെ പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ പാലത്തിൽ വെച്ചാണ് മുഖർജിയെ അറസ്റ്റ് ചെയ്യുന്നത്. കൂടെയുള്ളവരെ അറസ്റ്റ് ചെയ്തില്ല. രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു. അദ്ദേഹത്തെ പലരും പറയുന്നു കാശ്മീർ സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുക, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തെ വളരെ ദൂരെ
ദാൽ തടാകത്തിൽ നിന്ന് പിന്നെയും ദൂരെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വിജനമായ ഒരു വീടുണ്ട്. അതിനെ ജയിലായിട്ട് പ്രഖ്യാപിച്ചു. സർക്കാരിന് ഇങ്ങനെ അധികാരമുണ്ടല്ലോ. നമ്മൾ വീട്ടുതടങ്കലിൽ എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്നത് മജിസ്ട്രേറ്റിനടുത്ത് നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ മേടിക്കും. സുനിലിൻ്റെ വീട്ട് നമ്പർ 8/98, ആ വീട് ജയിലായിട്ട് പ്രഖ്യാപിച്ചത് സുനിൽ അവിടെ താമസിക്കുക. ഇതാണ് വീട്ടുതടങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഡിറ്റൻഷൻ വേറെയുണ്ട് കേട്ടോ. ഈ ഓർഡറൊന്നും ഇല്ലാതെ തന്നെ അതും ചെയ്യാം. ഇദ്ദേഹത്തെ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഈ വിജനമായ വീട്ടിലാണ്. ഇദ്ദേഹത്തിന് ബ്രീത്തിങ് പ്രോബ്ലമുള്ള മനുഷ്യനാണ്. വേറെയും കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റീപ്പായിട്ട് പടി കയറണം. ഒരു വലിയ മലയുടെ പ്ലാറ്റ്യൂവിലാണ് ഈ ബിൽഡിംഗ്. അപ്പോൾ അങ്ങനെ കയറ്റി അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഓരോ അസുഖം വരാൻ തുടങ്ങി. അവിടുത്തെ തണുപ്പും സംഗതിയൊക്കെ ആയിട്ട് ബ്രീത്തിങ് ട്രബിൾ തുടങ്ങി. ബ്ലാങ്കറ്റ് പോലും കൊടുത്തിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ബ്രീത്തിങ് ട്രബിൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടർ അബ്ദുള്ള ഇങ്ങനെ നോക്കാൻ ഇടയ്ക്ക് പോകും. ആശുപത്രിയൊന്നുമില്ല, നഴ്സിംഗ് ഹോമിലും കൊണ്ടുപോയില്ല. അവിടെ കിടക്കുന്നിടത്ത് ഡോക്ടർ പോയിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കുക. ഡോക്ടർ കൊടുത്തത് സ്ട്രെപ്റ്റോമൈസിൻ. മുഖർജി പറഞ്ഞു, സ്ട്രെപ്റ്റോമൈസിന് എനിക്ക് അലർജിയുണ്ട്, നേരത്തെ തന്നെ ഡോക്ടർമാരെ ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, എന്ത് എമർജൻസി വന്നാലും സ്ട്രെപ്റ്റോമൈസിൻ യൂസ് ചെയ്യരുത്, അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ്, അത് സാരമില്ല, ഞാൻ അതിൻ്റെ കൂടെ ഒരു പൗഡർ തരാം, അതും കൂടെ കഴിച്ചാൽ മതി. 2 ദിവസം ഈ സ്ട്രെപ്റ്റോമൈസിനും ആ പൗഡർ 3 തവണയും കഴിച്ചു. അത് പെയിൻ കില്ലറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞ് ഒരു ദിവസം വെളുപ്പിന് 4 മണിക്ക് ഈ 2 പേര് കൂടെ പോയവർ അവിടെ താമസിക്കുന്നുണ്ട്. അവരെ പെട്ടെന്ന് ഡോക്ടർ വിളിപ്പിച്ചു. മുഖർജി വളരെ സീരിയസ് ആണ്, നിങ്ങൾ വേഗം വന്നു. അവർ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ മുഖർജി മരിച്ചു കഴിഞ്ഞു. ഒരു 3:30 മണിക്ക്, വെളുപ്പിന് 3:30 മണിക്ക് മരിച്ചിരിക്കണം. അപ്പോൾ മുഖർജിയെ വേണമെങ്കിൽ നെഹ്റുവിന് ഡൽഹിയിൽ കൊണ്ടുവന്ന് നല്ല ഹോസ്പിറ്റലിൽ ചികിത്സിക്കാം, ഇതിനൊക്കെയുള്ള സമയമുണ്ടായിരുന്നു. ഹി വാസ് എലോൺ. ഇടയ്ക്ക് അദ്ദേഹം ജയിൽ അധികൃതരോട് പറഞ്ഞു, അതിനൊരു വാർഡനുണ്ട്. ഈ കാര്യം 2 മുറിയോ മറ്റോ ഉള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും അതിനൊരു വാർഡനെ വെച്ചിട്ടുണ്ട്. ആ വാർഡനോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു വരുത്തുക, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ഏകാന്ത തടവ് പോലെ മുഖർജിയെ താമസിപ്പിച്ചു. എന്തിനങ്ങനെ ചെയ്തു എന്ന് ആർക്കും അറിയില്ല. ബട്ട് വാജ്പേയി ആ പ്രസംഗത്തിൽ പറഞ്ഞത്, നെഹ്റു തീരുമാനിച്ചിരുന്നു കാശ്മീരിൽ നിന്ന് മുഖർജി തിരിച്ചു വരണ്ട. അത് ഷെയ്ഖ് അബ്ദുള്ളയാണ് കാശ്മീർ പ്രധാനമന്ത്രി. അതാണ് മുഖർജിയെ പിടിച്ചുലച്ച വേറൊരു പ്രയോഗം. എങ്ങനെയാണ് എല്ലാവർക്കും മുഖ്യമന്ത്രി, കാശ്മീരിന് പ്രധാനമന്ത്രി. കാശ്മീരിന് പ്രത്യേക കൊടി, പ്രത്യേക ഭഗവത്ഗീത, അല്ല ഇത് ഭരണഘടന. അപ്പോൾ അങ്ങനെയാണ് ഈ മുദ്രാവാക്യം വരുന്നത്. ഏക് രാഷ്ട്രമേ ദോ നിശാൻ, 2 കൊടി, ദോ വിധാൻ, ദോ പ്രധാൻ, 2 പ്രധാനമന്ത്രിമാർ, നഹി ചലേഗ നഹി ചലേഗ, ഇതായിരുന്നു മുദ്രാവാക്യം. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള കിരീടം വയ്ക്കാത്ത രാജാവാണ് കാശ്മീരിലെ. ഷെയ്ഖ് അബ്ദുള്ളയോട് നെഹ്റു പറഞ്ഞിരുന്നു, ഇയാൾ തിരിച്ചു വരരുത് ഭാരതത്തിലേക്ക്, യു എൻഷുർ ദാറ്റ് ഹി ഡസൻ കം ബാക്ക്. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ മരിച്ചതാണോ കൊന്നതാണോ ഇതുപോലത്തെ അഭ്യൂഹങ്ങൾ. പോസ്റ്റ്മോർട്ടം ഇല്ല. മുഖർജിയുടെ അമ്മ ഒരു കത്തയച്ചു നെഹ്റുവിന്, ഈ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം, ഉന്നതതല അന്വേഷണം വേണം. നെഹ്റു മറുപടി കൊടുത്തു, അന്വേഷണമൊന്നും വേണ്ട, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് എ നാച്ചുറൽ ഡെത്ത്, ഐ നോ ഓൾ ദ ഡീറ്റെയിൽസ്, ഐ ഹാവ് ചെക്ക്ഡ് എവറിത്തിങ്, അത് മതി, അന്വേഷണം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മുഖർജിയുടെ മരണം ദുരൂഹതയായിട്ട് തുടരുന്നു. ദീനദയാൽ ഉപാധ്യായയുടെ മരണം ദുരൂഹതയായിട്ട്, റെയിൽവേ ട്രാക്കിലോ മറ്റോ മരിച്ചു കിടന്നു അല്ലേ. അതിനു മുമ്പ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ദുരൂഹതയായിട്ട് തുടരുന്നു. അതിനെത്രയോ മുമ്പ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം ദുരൂഹതയായിട്ട്. നമ്മളുടെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ ഭാബ, അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമായിട്ട് തുടരുന്നു. ഇങ്ങനെ ദുരൂഹതകളുടെ വലിയൊരു നിര
ഭാരതത്തിലെ നേതാക്കന്മാർക്കുണ്ട്. പൊളിറ്റിക്സ് ആൻഡ് അതർവൈസ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആൾക്കാരുടെ മരണങ്ങൾക്ക് നമുക്ക് ഇന്നും ഉത്തരമില്ല. എങ്ങനെയാണ് ദീനദയാൽ ഉപാധ്യായ മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് കുറച്ച് ദൂരെ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു? അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞു പോലുമില്ല. ഇദ്ദേഹത്തെ ഈ ശവശരീരം കണ്ട ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇട്ടു അനാഥമായിട്ട്. പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു പോർട്ടറാണ് തിരിച്ചറിയുന്നത്, ഏയ് ഇത് നമ്മുടെ BJPയുടെ വലിയ നേതാവല്ലേ മറ്റേ ഉപാധ്യായ. അപ്പോൾ ആൾക്കാർ ആ ശരിയാണല്ലോ. അങ്ങനെയാണ് ദീനദയാൽ ഉപാധ്യായെ തിരിച്ചറിയുന്നത്. ഹി വാസ് അലോൺ. വാട്ട് ഹാപ്പൻഡ്? ലേറ്റർ ഓൺ ആ ബോഗിയിൽ ബുക്ക് ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് പോലും റെയിൽവേയുടെ കയ്യിലില്ല. ദീനദയാൽ ഉപാധ്യായ സഞ്ചരിച്ച ബോഗിയിൽ ദീനദയാലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ബാക്കി സഞ്ചരിച്ച ആൾക്കാരുടെ പേരോ വിവരോ ഒന്നും റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ് ആൾക്കാരുടെ പേര് ഇല്ല. നോട്ട് ട്രേസബിൾ. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇങ്ങനെ ദുരൂഹമായ മരണമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ. ബട്ട് അതിനുശേഷം ശ്യാമപ്രസാദ് മുഖർജി ഉള്ളപ്പോൾ തന്നെ ഈ നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ചൊല്ലി വലിയ ഡിബേറ്റ് നടന്നു. നെഹ്റു പട്ടേലിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ പ്രസംഗം വളരെ ഡേഞ്ചറസ് ആണ്, അഖണ്ഡ ഭാരതം അഖണ്ഡ ഭാരതം എന്ന് പറയുന്നു, ഇത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് ഇൻഡയറക്ട്ലി. അപ്പോൾ പട്ടേൽ പറഞ്ഞു, അതെങ്ങനെ യുദ്ധത്തിൻ്റെ ആഹ്വാനമാകുന്നത്? അപ്പോൾ നെഹ്റു പറഞ്ഞു, സി അഖണ്ഡ ഭാരതം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് പാകിസ്ഥാനെയും നമ്മൾ ആക്രമിക്കുക. അന്നും ഒറ്റ പാകിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും. പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ച് കീഴടക്കി അനെക്സ് ചെയ്ത് നമ്മുടെ കൂടെ ചേർക്കുക, ഇതല്ലേ അഖണ്ഡ ഭാരതം? യുദ്ധത്തിനുള്ള ആഹ്വാനമല്ലേ അത് ശരിക്കും? അപ്പോൾ പട്ടേൽ പറഞ്ഞു, പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ ഒരു പ്രൊവിഷനില്ലല്ലോ ഈ പ്രസംഗിക്കാനുള്ള റൈറ്റ് ടു എക്സ്പ്രഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കിടക്കുന്നു. അത് ഇതിന് ഈ ഒരു ഫെറ്റർ കൊണ്ടുവരാൻ നമുക്ക് അവകാശമില്ല. ഭരണഘടന ഇപ്പം നിലവിൽ വന്നതേ ഉള്ളൂ, മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഈ റൈറ്റ് ടു എക്സ്പ്രഷൻ, ഒരാളുടെ പ്രസംഗം തടയുന്നത് എങ്ങനെ? അതൊരു പ്രശ്നമാണ്. ഇതിനിടയ്ക്ക് ഇവർക്കൊരു ആയുധം കിട്ടി. അതാണ് രമേശ് താപ്പർ കേസ് ആൻഡ് ബ്രിജ്ഭൂഷൺ കേസ്. ഈ രണ്ട് കേസും റൈറ്റ് ടു എക്സ്പ്രഷൻ്റെ കേസാണ്. രമേശ് താപ്പർ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അൾട്രാ കമ്മ്യൂണിസ്റ്റുകാരൻ, CPM ഒന്നുമല്ല, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ അയാൾ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസി അതിനെയൊക്കെ വിമർശിച്ച് അറുത്ത് മുറിച്ച് ഇറക്കുന്ന പ്രസിദ്ധീകരണമാണ് ക്രോസ് റോഡ്സ്. അത് മദ്രാസ് ഗവൺമെൻറ്, അത് അന്ന് തമിഴ്നാടായിട്ടില്ല, മദ്രാസ് ഗവൺമെൻറ് അത് നിരോധിച്ചു. അയാൾ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിലെത്തി. ബ്രിജ്ഭൂഷൺ കേസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസർ കാശ്മീർ പോളിസിയെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓർഗനൈസർ നിരോധിച്ചു, ഓർഗനൈസർക്കാരും സുപ്രീം കോടതിയിലെത്തി. അപ്പോൾ ഇത് രണ്ടും, രമേശ് താപ്പറും ബ്രിജ്ഭൂഷണും, രണ്ട് കേസും ഒരേ ഇഷ്യൂ ആണ്. അതുകൊണ്ട് സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് ഇത് നിരോധിച്ച് ശരിയല്ല, ഇവർക്കിത് പറയാൻ അവകാശമുണ്ടെന്ന് വിധിച്ചു. അപ്പോൾ പട്ടേൽ പറഞ്ഞു, ദാ സുപ്രീം കോടതി വിധിയും കൂടെ വന്നിരിക്കുന്നു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യുക. ഇഷ്യൂ ഇത്ര പെട്ടെന്നോ? അതെ, ചെയ്യണം. അങ്ങനെ നെഹ്റു ഒന്നാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു, റൈറ്റ് ടു എക്സ്പ്രഷൻ തടയാനായിട്ട്. ജനാധിപത്യവാദിയായ റൈറ്റ് ടു എക്സ്പ്രഷനിൽ റൈറ്റ് ടു എക്സ്പ്രഷൻ ഈസ് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, പ്ലസ് ക്രിട്ടിസൈസിങ് ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ് എന്നുകൂടെ എഴുതി ചേർത്തു. അപ്പോൾ ക്രിട്ടിസൈസിങ് ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അതിനകത്ത് വരും. കാരണം നെഹ്റുവിൻ്റെ നിലപാടിൽ, ഭാരതത്തിൻ്റെ നിലപാടിൽ പാകിസ്ഥാൻ ഫ്രണ്ട്ലി രാജ്യമാണ്. പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ തമ്മിൽ വേറെ വഴക്കൊന്നുമില്ല, ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പാകിസ്ഥാനെ പറ്റി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്, അത് തടയാൻ നമുക്ക് അവകാശമുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ ഇത് വരുന്നില്ല. ഫ്രണ്ട്ലി റിലേഷൻസിനെ ചൊറിയുന്ന പരിപാടിയാണ് അഖണ്ഡ ഭാരതം. അങ്ങനെ അഖണ്ഡ ഭാരതം എന്നുള്ള വാക്ക് അത് രാജ്യദ്രോഹമായിട്ട് വ്യാഖ്യാനിച്ചു നെഹ്റു. എന്നിട്ട് ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നു. നെഹ്റു വലിയ ജനാധിപത്യമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡത, അഖണ്ഡത എന്ന് പറഞ്ഞാൽ എന്താ? ഖണ്ഡിക്കപ്പെടാത്ത അവസ്ഥ, അതാണല്ലോ അഖണ്ഡത.
അപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഭാരതം അതിൽ പാകിസ്ഥാനും പെടുന്നുണ്ട്. പാകിസ്ഥാൻ മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, ശ്രീലങ്ക പെടുന്നുണ്ട്. ആ സങ്കല്പം രാജ്യദ്രോഹമാണെന്നും അവർ പോയിട്ട് ബാക്കിയുള്ള ഭാരതത്തിൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്നും ആയിരുന്നു നെഹ്റുവിൻ്റെ നിലപാട്. അൺഫോർച്ചുനേറ്റ്ലി പട്ടേലിനും അതിനൊന്ന് കൂട്ടുനിന്നു. പട്ടേലും അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ പട്ടേലിന് ഭരണഘടനാപരമായിട്ട് തന്നെ ചെയ്യണമല്ലോ. പട്ടേൽ നിയമവിദഗ്ധനായിരുന്നു, വക്കീലായിരുന്നു. അതുകൊണ്ട് പട്ടേൽ ഇതിന് പ്രൊവിഷനില്ല. അതായിരുന്നു പട്ടേലിൻ്റെ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ട് അമെൻമെൻറ്റ് പാസ്സാക്കി. ഒൺലി ടു ഡിഫീറ്റ് ശ്യാമപ്രസാദ് മുഖർജി. അതിനുശേഷം ഇന്ന് വരെ ആ ക്ലോസ് ഉപയോഗിക്കപ്പെട്ടില്ല. ചരിത്രത്തിൽ ഇന്ന് ഇപ്പോൾ ഫോറിൻ പോളിസിയെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, മോദിയുടെ ഫോറിൻ പോളിസി, മൻമോഹൻ സിംഗിൻ്റെ ഫോറിൻ പോളിസി, വാജ്പേയിയുടെ ഫോറിൻ പോളിസി, എല്ലാവരും വിമർശിക്കുന്നൊക്കെയുണ്ട്. ഈ ക്ലോസ് ആർക്കെതിരെ ഉപയോഗിക്കപ്പെട്ടില്ല. കാരണം വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ, വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ട് ആ ക്ലോസ് ഡ്രാഫ്റ്റ് ചെയ്തത് ശ്യാമപ്രസാദ് മുഖർജിയെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ്. ഒരേ ഒരു തവണ ക്ലോസ് ഭരണഘടനയിൽ കിടന്നു, പിന്നെ അങ്ങ് പോയി. അപ്പോൾ ഇതായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അത് കഴിഞ്ഞ് 52-ലെ തെരഞ്ഞെടുപ്പ് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിച്ചു. 51-ൽ ജനസംഘം ഉണ്ടായി. 52-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3 സീറ്റാണ് കിട്ടിയത് ജനസംഘത്തിൽ. ഒരു സീറ്റ് ബംഗാളിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ. പിന്നെ മുഖർജിയുടെ തന്നെ ഒരു ശിഷ്യൻ, മുഖർജിയുടെ പ്രഭാവം കൊണ്ട് അടുത്ത നിയോജകമണ്ഡലത്തിൽ അയാളും ജയിച്ചു. ഒരു സീറ്റ് രാജസ്ഥാനിൽ കിട്ടി. അത് ഇതിനകത്ത് പോയ RSSകാർക്ക് വലിയ നിരാശയുണ്ടായി. 52-ലെ തെരഞ്ഞെടുപ്പിൽ RSSലെ വലിയൊരു വിഭാഗം വിശ്വസിച്ചിരുന്നത് പാർട്ടീഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്ത സേവനങ്ങളുണ്ടല്ലോ, അതിന് ജനങ്ങൾക്ക് നന്ദി ഉണ്ടാവും, അവർ നമുക്ക് വോട്ട് ചെയ്യും. അപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ഇവിടെ ബംഗാളിലും നമുക്ക് സാമാന്യം നല്ല വോട്ട് കിട്ടും, നല്ലൊരു ശതമാനം MP കിട്ടും. ഭരിക്കാനൊന്നും പോകുന്നില്ല, കോൺഗ്രസിൻ്റെ കയ്യിലായിരിക്കുന്നത്. നത്തിങ് ഹാപ്പൻഡ്. അപ്പോൾ ഇവർ പഞ്ചാബിലെ RSS പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ശരി, നന്ദി കെട്ട ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഇനി നമ്മൾ സേവനം കൊടുത്തിട്ട് കാര്യമില്ല, ഇത് പിരിച്ചുവിടാൻ പോവാണ്. അപ്പോൾ അന്ന് പഞ്ചാബിൽ നിന്ന് ഗോൾവൽക്കറെ അറിയിച്ചു, ഇങ്ങനെ അവർ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഗോൾവൽക്കർ പറഞ്ഞു, സാരില്ല, ഞാനവിടെ വരാം, സംസാരിക്കാം, അവർ പിരിച്ചുവിടുകയാണെങ്കിൽ നിങ്ങളതിന് തടസ്സമൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പഞ്ചാബിൽ പോയി. അപ്പോൾ അവരുടെ മീറ്റിംഗ് ഞങ്ങളതിനെ ബൈഠക്ക് എന്ന് വിളിക്കും. ബൈഠക്ക് വിളിച്ചു. ബൈഠക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഠന, ഇരുന്ന് സംസാരിക്കുന്നത് ബൈഠക്ക് ഇത്രയും. അപ്പോൾ ആ ബൈഠക്കിൽ ഗുരുജി പറഞ്ഞു, നിങ്ങൾ പാർട്ടീഷൻ്റെ സമയത്ത് ഈ സേവനം ഒക്കെ ചെയ്തു വരാൻ താമസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരുജി അന്ന് മഹാരാഷ്ട്രയിലെ സിംഹഗഡ് എന്ന് പറഞ്ഞ് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല, 7-8 കിലോമീറ്റർ നടന്നാൽ മാത്രമേ എത്തുന്ന ഒരു സ്ഥലത്ത് പോയി താമസിച്ചു. തെരഞ്ഞെടുപ്പിന് പുള്ളി ഒരു പ്രസ്താവന ഇറക്കി, രാജ്യസ്നേഹികൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് മാത്രം. RSSൻ്റെ വേറെ ഒന്നുമില്ല, രാജ്യസ്നേഹികളെ നോക്കി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ വോട്ട് തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ ശല്യം വരരുത് എന്ന് വിചാരിച്ചിട്ട് സിംഹഗഡിൽ പോയി താമസിച്ചു. അവിടെ കത്തയച്ച് അങ്ങേർക്ക് കിട്ടി, അങ്ങേരെ അറിഞ്ഞ് അവിടെ നിന്ന് പഞ്ചാബിലെത്താനുള്ള താമസമാണ് ഉണ്ടായത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ സേവനം ചെയ്തത് നിസ്വാർത്ഥമായ മനസ്സോടുകൂടിയാണ് എന്ന് ധരിച്ചു. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു കസേരയിൽ. എനിക്കത് മനസ്സിലായില്ല, പക്ഷെ പൊതുജനങ്ങൾക്കത് മനസ്സിലായി. അവർ വ്യാപകമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു. നിങ്ങൾ പിടിക്കപ്പെട്ടു അല്ലേ, വലിയ പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്യും, ഓരോരുത്തരായിട്ട് മാപ്പ് പറഞ്ഞു, ഗുരുജി ഞങ്ങൾ അബദ്ധവശാൽ ചെയ്തു പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സേവനം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്തു, അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണം, അതിൻ്റെ കർത്താവ് ഞാനാണ്, ഈ ചിന്ത പാടില്ല. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കുള്ളൂ, RSS വിഷയമാക്കേണ്ട, ഞാൻ നാളെ മുതൽ ബ്രിക്ക് ബൈ ബ്രിക്ക് ഞാനിത് വീണ്ടും ഉണ്ടാക്കിയെടുക്കും. നൗ കമ്പയർ ദിസ് ടു വാട്ട് മോഹൻജി ഭാഗവത് സ്പോക്ക് യെസ്റ്റർഡേ ഇൻ നാഗ്പൂർ. സേവാപ്രവർത്തനം അത് ചെയ്തത് ഞാനാണെന്നുള്ള ഭാവം പാടില്ല, വിച്ച് വാസ് ടോൾഡ് ബൈ ഗോൾവൽക്കർ ഇൻ 1952. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്
മോഹൻജി ഭാഗവത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പഴയ ഗുരുജി ഗോൾവൽക്കറിൻ്റെ പ്രസംഗം എടുത്ത് നോക്കുക, ഇപ്പോൾ എൻ്റെ പ്രസംഗം എടുത്ത് നോക്കുക, രണ്ടും ഒരുപോലെ ഇരിക്കും, ഒരേ കാര്യം. ഈ ഒരേ കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരേ കാര്യം പിന്നെയും പറഞ്ഞാലേ മനസ്സിൽ പതിയുള്ളൂ. അതിനെയാണ് നമ്മൾ നരേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഈ നരേറ്റീവ് ഇവരിങ്ങനെ ക്രിയേറ്റ് ഫ്രം 1952 to 2024. The same thing was told by every സർസംഘചാലൻ, റിപ്പീറ്റഡ് ബൈ every സർസംഘചാലൻ. പിന്നെ അവർ അതെല്ലാം അത് വികാരാവസ്ഥയിൽ പറഞ്ഞു ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അങ്ങ് തുടർന്നു. അപ്പോൾ അന്നും ഗോൾവൽക്കറുടെ ദൃഷ്ടി ഇതായിരുന്നു, രാഷ്ട്രീയത്തിൽ അധികം നിങ്ങൾ പ്രതീക്ഷ വെക്കേണ്ട, രാഷ്ട്രീയ അധികാരം കൊണ്ടല്ല ഒരു രാജ്യത്തിൻ്റെ ക്യാരക്ടർ മാറുന്നത്, അത് സമാജം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മാറുന്നത്. രാഷ്ട്രീയ അധികാരം വന്നും പോയൊക്കെ ഇരിക്കും, എന്തെങ്കിലും ഒരു തെറ്റോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ അപ്പുറത്തേക്ക് വോട്ട് ചെയ്യുമ്പോൾ അയ്യോ ഇത് പോയി. ഇപ്പോൾ പലരും അനലൈസ് ചെയ്യാറില്ലേ, ഹിന്ദുത്വം പരാജയപ്പെട്ടു. ഇതിങ്ങനെ ഹിന്ദുത്വം പരാജയപ്പെടുന്നു? ഹിന്ദുത്വം പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്നത് 5 കൊല്ലം കൂടുമ്പോഴാണെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ഹിന്ദുത്വം ജയിക്കുകയും പരാജയപ്പെടും. ഇതെന്ത് സാധനം? മനുഷ്യജീവിതം മുഴുവൻ രാഷ്ട്രീയമല്ല, ഇതാണ് എന്ന് ധരിച്ച് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പോൾ പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സംഘടനാപരമായിട്ട് ബെസ്റ്റ് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും ഒക്കെ ഈ രീതിയിൽ അത് കോപ്പി, സംഘടനാ രീതി കോപ്പി ചെയ്യും. ഇനിയിപ്പോൾ താമസിയാതെ മറ്റ് പാർട്ടികളിൽ ഈ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഏർപ്പാട് വരുന്നു നോക്കും, CC എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ BJP വലിയ ജനാധിപത്യ പാർട്ടിയാണ്, അവർക്കും ഇപ്പോൾ ഹൈക്കമാൻഡില്ലേ, കേന്ദ്രത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഇപ്പം മെല്ലെ ആ കോൺഗ്രസിൻ്റെ സംഘടനാ തന്ത്രത്തിലേക്ക് പോവുക, അവിടുന്ന് പിന്നെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിൻ്റെ സംഘടനാ തന്ത്രത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യം കോൺഗ്രസ് പിന്നെ കമ്മ്യൂണിസ്റ്റ്, ഈ രീതിയിലേക്ക് ചിന്തിക്കും ആൾക്കാർ. ആ നരേറ്റീവ് ബ്രേക്ക് ചെയ്യാനാണ് ഈ സർസംഘചാലന്മാർ തുടർച്ചയായിട്ട് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ശാഖ വെച്ചത് അതാണ്. അല്ലെങ്കിൽ പിന്നെ ഡെയിലി ആവശ്യം എന്താ? ഡെയിലി നിങ്ങൾക്ക് എന്ത് ആദർശം പറയാനുണ്ട്? ഇപ്പം മനുഷ്യന് തലവേദനയായില്ല ഇത്, അങ്ങനെയല്ല. ദിവസവും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു പാത്രത്തിന് ക്ലാവ് പിടിക്കും, പിച്ചളപാത്രം. നമ്മുടെ മനസ്സാകുന്ന പിച്ചളപാത്രം ദിവസവും ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ക്ലാവ് പിടിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ദിവസവും 1 മണിക്കൂർ അത് ക്ലീൻ ചെയ്യുന്നു. ദിസ് ഈസ് ദ ലെസൺ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്യാമപ്രസാദ് മുഖർജി ഒരു റിയൽ നാഷണലിസ്റ്റ് ഫോഴ്സ് ആരാണ് ഭാരതത്തിൽ കമ്മിങ് അപ്പ്. അന്ന് എണ്ണം വളരെ കുറവാണ് RSSൻ്റെ. എന്ത് സ്വാധീനമുണ്ട് RSSന്? ഒന്നും ഉണ്ടായിരുന്നില്ല. 1951 എവിടെ RSS? അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. 1942 ഠേങ്കഡ്ജി കേരളത്തിൽ വരുന്നു. വന്നിട്ട് കോഴിക്കോട് ഒരു ശാഖ, അങ്ങനെ ഒരു സ്ഥലത്ത് ഒരെണ്ണം ഒക്കെ ആയിട്ട് 4-3-7 പേരേ ഉള്ളൂ. ആ സമയത്താണ് മുഖർജി ഇൻസിസ്റ്റ് ചെയ്യുന്നത്, എനിക്കിത് ആവശ്യമാണ്, നിങ്ങളുടെ ആൾക്കാരെ എനിക്ക് തരണം, എങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗുരുജിയെ അപ്രോച്ച് ചെയ്യുന്നു. ഗുരുജി സമ്മതിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ദീർഘവീക്ഷണവും ജനപിന്തുണയുമുള്ള ആളായിരുന്നു മുഖർജി. ഈ RSS പ്രതീക്ഷിച്ചതിനപ്പുറം ആയിരുന്നു മുഖർജിയുടെ പെരുമാറ്റം. പഞ്ചാബ് ഭാഗത്ത് 0 ആയിക്കഴിഞ്ഞപ്പോൾ ബംഗാളിൽ ഒറ്റയാൾ പട്ടാളമായിട്ട് 2 സീറ്റ് കൊണ്ടുവരാൻ ശ്യാമപ്രസാദ് മുഖർജിക്ക് സാധിച്ചു. 1 സ്റ്റെപ്പ് അഹെഡ് ഓഫ് ഗോൾവൽക്കർ. അറ്റ്ലീസ്റ്റ് ഗോൾവൽക്കർക്ക് ഞാൻ കൊടുത്ത വാക്കുണ്ടല്ലോ, അത് 2 MP എങ്കിൽ 2 MP അത് വെച്ച് ഞാൻ പ്രൂവ് ചെയ്തു. എന്നെ സഹായിച്ചത് വ്യർത്ഥമായി പോയി എന്ന് ഗോൾവൽക്കർ തോന്നരുത്. അത്രയും ചെയ്ത മനുഷ്യനാണ് മുഖർജി. വാസ്തവത്തിൽ ഏറ്റവും അധികം എനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യാൻ തോന്നിയത് ഈ ഒരു നിലപാടിനാണ്. ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലമെങ്കിലും രക്ഷിച്ചെടുത്തത് ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. ഒരു മനുഷ്യൻ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ ബംഗാളാണ് ഇന്ന് മമതാ ബാനർജിയുടെ കയ്യിലിരിക്കുന്നതും ഈ ബഹളമൊക്കെ നടക്കുന്നത്. ശരി, ആയിക്കോട്ടെ, ബഹളമെങ്കിലും നടത്താനായിട്ട് ആ സ്ഥലം നമ്മുടെ കയ്യിലുണ്ടല്ല. അതല്ല, ഒറിജിനൽ നെഹ്റു ഫോർമുല അനുസരിച്ചാണെങ്കിൽ അത് ബംഗ്ലാദേശ് ആയി കഴിയും. അവിടെ നിന്ന് ബാക്കിയുള്ള ഹിന്ദുക്കളെ അവർ വെട്ടിക്കൊല്ലുകയോ തല്ലി ഓടിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് സംഭവിക്കുമായിരുന്നു. ഇത് തടഞ്ഞു എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന് വി ഹാവ് ടു ഗിവ് എ ബിഗ് സല്യൂട്ട് ടു ദാറ്റ് മാൻ, ശ്യാമപ്രസാദ് മുഖർജി. ഏതായാലും നമ്മൾ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഒരുപാട് പുതിയ വിവരങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.